കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഫെബ്രുവരി 7 വെള്ളിയാഴ്ച. ഞാൻ ജയപ്രകാശ്. ട്രംപിന്റെ കിരാത നടപടിയെ എതിർക്കാൻ ധൈര്യമില്ലാതെ മോദി. ലജ്ജിക്കൂ രാജ്യമേ എന്നാണ് ദേശാഭിമാനിയിൽ ഇന്നത്തെ പ്രധാന തലക്കെട്ട്. വിലങ്ങണിയിച്ച് US നാടുകടത്തൽ, ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം, വിലങ്ങിൽ വിങ്ങൽ എന്ന് മാതൃഭൂമി തലക്കെട്ട്. US നടപടിയിൽ കേന്ദ്രം പ്രതിക്കൂട്ടിൽ, കയ്യിൽ വിലങ്ങ് കാലിൽ ചങ്ങല എന്ന് മാധ്യമം. ചങ്ങലയിട്ട ഭ്രാന്ത് എന്നാണ് ഇന്ത്യക്കാരെ വിലങ്ങും ചങ്ങലയുമിട്ട വീഡിയോ US പുറത്തുവിട്ടതിനെ മലയാള മനോരമ തലക്കെട്ടിലൂടെ രൂക്ഷമായി വിമർശിക്കുന്നത്. അപമാനഭാരം എന്ന് ദീപികയുടെ പ്രധാന തലക്കെട്ട്. ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് ഗസ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന US പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തമാണ്. എന്നിട്ടും നിലപാട് ആവർത്തിക്കുകയാണ് ട്രംപ്. വിനോദനികുതി പിൻവലിക്കണമെന്നും താരങ്ങളുടെ വൻ പ്രതിഫലം കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചു. വാർത്തകൾ നിരവധിയുണ്ട്. നോക്കാം പത്രത്താളുകളിലേക്ക് വിശദമായി. ആദ്യം ദേശാഭിമാനിയുടെ പ്രധാന തലക്കെട്ടിലേക്കാണ്. നാടുകടത്തൽ, മനുഷ്യാവകാശങ്ങൾ കാറ്റിൽ പറത്തി US. ഇന്ത്യക്കാരെ വിലങ്ങും ചങ്ങലയുമണിയിച്ച വീഡിയോ US പുറത്തുവിട്ടു. US-ന്റെ രീതി ഇതുതന്നെയെന്ന് മന്ത്രി ജയശങ്കർ. ലോക്സഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. കയ്യിൽ വിലങ്ങ്, കാലിൽ ചങ്ങല, ശുചിമുറിയിൽ പോകാൻ പോലും പ്രയാസപ്പെട്ട് വിമാനത്തിൽ 41 മണിക്കൂർ നരകയാത്ര. അനധികൃത കുടിയേറ്റം ആരോപിച്ച് ട്രംപ് ഭരണകൂടം US-ൽ നിന്ന് 104 ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് ഇങ്ങനെയാണ്. ഇത് സ്ഥിരീകരിക്കുന്ന വീഡിയോ US ബോർഡർ പെട്രോൾ മേധാവി മിഷേൽ W. ബാങ്ക്സ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. മനുഷ്യാവകാശ ലംഘനം ആരോപിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ സ്തംഭിച്ചു. കൈകളിൽ സ്വയം വിലങ്ങണിഞ്ഞ് പ്രതിപക്ഷ MPമാർ പാർലമെന്റിന് മുന്നിൽ പ്രകടനം നടത്തി. അതേസമയം 2012 മുതൽ US പിന്തുടരുന്ന പ്രവർത്തന മാർഗരേഖയാണിതെന്നാണ് പാർലമെന്റിൽ ഇരുസഭകളിലും പ്രസ്താവന നടത്തിയ വിദേശകാര്യമന്ത്രി ജയശങ്കർ വാദിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:55 US വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തിയത്. വിലങ്ങിട്ടാണ് ഇവരെ കൊണ്ടുവന്നതെന്ന് ആരോപിച്ച് കോൺഗ്രസ് അന്നുതന്നെ ചിത്രം പുറത്തുവിട്ടിരുന്നു. ഇത് ഇന്ത്യക്കാരുടേതല്ല, ഗ്വാട്ടിമാലക്കാരുടേതാണെന്നാണ് കേന്ദ്ര സർക്കാരിന് കീഴിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ത്യക്കാരോടും ഇതേ സമീപനമാണ് സ്വീകരിച്ചതെന്ന് US ബോർഡർ പെട്രോൾ മേധാവി പങ്കുവച്ച വീഡിയോയിൽ നിന്ന് വ്യക്തമായതോടെ കേന്ദ്രം പ്രതിരോധത്തിലായി. കുട്ടികൾക്കും സ്ത്രീകൾക്കും നിയന്ത്രണമുണ്ടായിരുന്നില്ലെന്ന് മന്ത്രി ജയശങ്കർ വിശദീകരിച്ചു. 25 സ്ത്രീകളും 12 കുട്ടികളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. 4 വയസ്സുള്ള കുട്ടി പോലുമുണ്ട്. 2012 മുതൽ ഇത്തരത്തിലാണോ മടക്കി അയക്കുന്നതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയില്ല. യാത്രാവിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ മടക്കി അയക്കുമോ എന്നതിലും വ്യക്തതയില്ല. US-ൽ 18,000 ഇന്ത്യക്കാർ അനധികൃതമായി തങ്ങുന്നുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. മെക്സിക്കോ അതിർത്തി വഴിയും മറ്റും അനധികൃതമായി പോയവരും തൊഴിൽ വിസ കാലാവധി കഴിഞ്ഞ് US-ൽ തുടർന്നവരും നാടുകടത്തപ്പെട്ടവരിലുണ്ട്. സംസ്ഥാനം തിരിച്ചുള്ള കണക്കിങ്ങനെയാണ്. ഹരിയാന, ഗുജറാത്ത് 33 വീതം, പഞ്ചാബ് 30, മഹാരാഷ്ട്ര UP 3 വീതം, ചണ്ഡീഗഡ് 2. ഇങ്ങനെയല്ല ബ്രസീലും കൊളംബിയയും പ്രതികരിച്ചത് എന്നും മലയാള മനോരമ ഒരു ബോക്സായി നൽകിയിട്ടുണ്ട്. ബ്രസീലിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങോടെ മടക്കി അയച്ചപ്പോൾ പ്രസിഡന്റ് ലുല ഡാ സിൽവ US-നോട് വിശദീകരണം തേടുകയും മനുഷ്യാവകാശ ലംഘനത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം പൗരന്മാർക്ക് യാത്രാ സൗകര്യമൊരുക്കാൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശവും നൽകി. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയാകട്ടെ ഇത്തരത്തിൽ വന്ന വിമാനം ഇറങ്ങാൻ അനുവദിച്ചില്ല. ഇന്ത്യ സ്വന്തം പൗരന്മാരുടെ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചില്ലെന്നും US-നെ പ്രതിഷേധം അറിയിച്ചില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു.
ഇതേ വാർത്ത മാതൃഭൂമിയിൽ എങ്ങനെയെന്ന് നോക്കാം. അനധികൃതമായി കുടിയേറിയ 104 ഇന്ത്യക്കാരെ കൈവിലങ്ങിട്ടും കാൽബന്ധിച്ചും അമേരിക്കൻ സൈനിക വിമാനത്തിൽ മനുഷ്യത്വരഹിതമായി തിരിച്ചെത്തിച്ചെന്നാരോപിച്ച് പാർലമെന്റിന്റെ ഇരുസഭയിലും പ്രതിപക്ഷ ബഹളം. പ്രധാനമന്ത്രിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. മനുഷ്യരാണ്, തടവുകാരല്ല എന്ന പ്ലക്കാർഡുമേന്തി കൈകൾ ചങ്ങലക്കിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അഖിലേഷ് യാദവും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും എംപിമാരും പാർലമെന്റിന് പുറത്തും പ്രതിഷേധിച്ചു. നാടുകടത്തൽ പ്രക്രിയ പുതിയതല്ലെന്നും വർഷങ്ങളായി തുടരുന്നതാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിശദീകരിച്ചെങ്കിലും അമേരിക്ക സൈനിക വിമാനം ഉപയോഗിച്ച കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയില്ല. തുടർന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അമേരിക്കയുടെ മനുഷ്യവിരുദ്ധ നടപടി തടയാൻ ഡൊണാൾഡ് ട്രംപിന്റെ സുഹൃത്തെന്നവകാശപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചില്ലെന്ന് ഇന്ത്യ സഖ്യകക്ഷികൾ കുറ്റപ്പെടുത്തി. വിദേശത്ത് അനധികൃതമായി താമസിക്കുന്നത് കണ്ടെത്തിയാൽ പൗരരെ തിരിച്ചെടുക്കേണ്ടത് എല്ലാ രാജ്യത്തിന്റെയും കടമയാണെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു. നാടുകടത്തൽ പുതിയ കാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി 2009 മുതൽ അമേരിക്ക ഇന്ത്യയിലേക്ക് അയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ കണക്കും നൽകി. സ്ത്രീകളും കുട്ടികളും ബന്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുകിട്ടിയിരുന്നു. യാത്രക്കിടയിൽ ഭക്ഷണവും അടിയന്തര ചികിത്സയുൾപ്പെടെയുള്ള മറ്റ് ആവശ്യങ്ങളും പരിഗണിക്കുമെന്നും ഉറപ്പു ലഭിച്ചു. മന്ത്രി പറഞ്ഞു. മുമ്പ് സൈനിക വിമാനം ഇതുപോലെ ഉപയോഗിച്ചിരുന്നോ, ചങ്ങലയിൽ ബന്ധിച്ചിരുന്നോ എന്ന് ജോൺ ബ്രിട്ടാസും പി സന്തോഷ് കുമാറും അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ ചോദിച്ചപ്പോൾ വിമാനം ചാർട്ടർ ചെയ്യുന്നത് അമേരിക്കൻ ഇമിഗ്രേഷൻ അധികാരത്തെ ആശ്രയിച്ചാണെന്നും നടപടിക്രമം അത് സൈനിക വിമാനമായാലും ചാർട്ടേഡ് വിമാനമായാലും ഒന്നുതന്നെയാണെന്നും മന്ത്രി മറുപടി നൽകി. അമേരിക്കയെയാണ് മന്ത്രി പ്രതിരോധിക്കുന്നതെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. ദേശാഭിമാനിയിലെ ഇൻട്രോ കൂടിയൊന്ന് വായിക്കാം. സൈനിക വിമാനത്തിൽ 40 മണിക്കൂറിലേറെ കയ്യും കാലും ചങ്ങലയിട്ട് ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയ അമേരിക്കൻ നടപടി രാജ്യത്തിന് നാണക്കേടായി. ഭക്ഷണം കഴിക്കാൻ പോലും കൈവിലങ്ങ് അഴിക്കാൻ അനുവദിക്കാത്ത ക്രൂരതയ്ക്കെതിരെ രാജ്യമെങ്ങും പ്രതിഷേധമുയർന്നിട്ടും അമേരിക്കൻ നടപടിയെ ന്യായീകരിച്ച് മോദി സർക്കാർ. ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈയിലും കാലിലും ചങ്ങലകളാൽ ബന്ധിച്ച് സൈനിക വിമാനത്തിൽ കയറ്റുന്ന ദൃശ്യം അമേരിക്കൻ അതിർത്തി രക്ഷാസേനാ മേധാവി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതോടെ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ചില്ലെന്ന കേന്ദ്രത്തിന്റെ അവകാശവാദം പൊളിഞ്ഞു. മോദി സർക്കാരിന്റെ അമേരിക്കൻ വിധേയത്വത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധമുയരുകയാണ്. 40 മണിക്കൂറിലേറെ കൈവിലങ്ങിട്ടുവെന്നും ഭക്ഷണം കഴിക്കാൻ പോലും വിലങ്ങ് ഊരിക്കൊടുത്തില്ലെന്നുമാണ് വിമാനത്തിൽ എത്തിയവർ പറഞ്ഞത്. കാലുകളിൽ ചങ്ങലയിട്ട് ബന്ധിച്ചെന്നും ഇഴഞ്ഞ് ശുചിമുറിയിലേക്ക് പോകേണ്ടി വന്നുവെന്നും പഞ്ചാബ് ഹോഷിയാർപൂർ സ്വദേശി ഹർവീന്ദർ സിംഗ് പറഞ്ഞു. ഇന്ത്യക്കാരെ ടെക്സസിൽ നിന്ന് വിലങ്ങുവെച്ച് വിമാനത്തിൽ കയറ്റുന്നതിന്റെ ദൃശ്യം അമേരിക്കൻ ബോർഡർ പെട്രോൾ മേധാവി മൈക്കൽ ഡബ്ല്യു ബാങ്ക്സാണ് പുറത്തുവിട്ടത്. ഇന്ത്യയിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികളെ തിരിച്ചയച്ചു എന്ന അടിക്കുറിപ്പോടെയാണ് ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചത്. ഗസ പദ്ധതിയിൽ പ്രതിഷേധം, കുലുങ്ങാതെ ട്രംപ്. മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്ന ഈ വാർത്തയിലേക്കാണ് ഇനി. ഫലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസ മുനമ്പ് പുനർനിർമ്മിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തം. എന്നാൽ തന്റെ ഗസ പദ്ധതികൾ ട്രംപ് വ്യാഴാഴ്ചയും ആവർത്തിച്ചു. യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ഇസ്രായേൽ ഗസ അമേരിക്കയ്ക്ക് കൈമാറുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഗസയിലെ പലസ്തീൻകാരെ ഇതിനകം തന്നെ മറ്റു സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഒഴിപ്പിക്കലിനും മറ്റുമായി അവിടെ US സൈനികരെ ആവശ്യമായി വരില്ലെന്നാണെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പദ്ധതിക്കെതിരെ USന്റെ പരമ്പരാഗത സഖ്യകക്ഷികളിൽ നിന്നും റിപ്പബ്ലിക്കൻ കക്ഷിയിൽ നിന്നുമൊക്കെ രൂക്ഷ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസ് നിലപാട് മയപ്പെടുത്തി. ഗസയിലെ ജനങ്ങളെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുക മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് ഉന്നത US ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബംഗ്ലാദേശിൽ രാഷ്ട്രപിതാവിന്റെ വീട് തകർത്തു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വീട് പൂർണ്ണമായി തകർത്ത് പ്രതിഷേധക്കാർ. ബുധനാഴ്ച രാത്രി അവർ ഈ വീട് കൊള്ളയടിച്ചു. രാജ്യം വിട്ട ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി നേതാക്കളുടെ വീടുകളും തകർക്കപ്പെട്ടു. ഹസീന ഓൺലൈനായി പ്രസംഗിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെയാണ് ആക്രമണം തുടങ്ങിയത്. ബുൾഡോസറുകളുമായെത്തിയാണ് വീടുകൾ പൊളിച്ചത്.
ഷെയ്ഖ് ഹസീനയുടെ വീടായ സുദാസദനും അഗ്നിക്കിരയാക്കി. പ്രധാനമന്ത്രിയായിരുന്ന ഹസീന രാജ്യം വിട്ട ഓഗസ്റ്റ് 5 മുതൽ ഇവിടെ ആരും താമസിക്കുന്നില്ല. ഹസീനയ്ക്ക് നേരെ പ്രക്ഷോഭം നയിച്ച വിദ്യാർത്ഥി സംഘടന തന്നെയാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതേസമയം നിലവിലെ ഭരണകൂടത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കണമെന്ന് ഷെയ്ഖ് ഹസീന ആഹ്വാനം ചെയ്തു. കെട്ടിടങ്ങൾ തകർക്കാനാകും, എന്നാൽ ചരിത്രം ഇല്ലാതാക്കാനാകില്ല. ചരിത്രം പകരം വീട്ടുമെന്ന കാര്യം മറക്കരുതെന്നും ഹസീന ഇന്ത്യയിൽ നിന്ന് ഓൺലൈനായി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. പാതിവില തട്ടിപ്പിൽ ഇതുവരെ ലഭിച്ചത് 3600 പരാതി. ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന് അനന്തുവിന്റെ മൊഴി. തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണന്റെ പാതിവില തട്ടിപ്പ് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ADGP മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവിക്ക് ശുപാർശ നൽകി. ഇതുവരെ 72 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 62 കോടി രൂപയാണ് ഇതിലൂടെ തട്ടിയെടുത്തത്. സംസ്ഥാനമൊട്ടാകെ 3600 പരാതിക്കാർ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ഇതിൽ പലതിലും ഉടൻ കേസെടുക്കും. ലഭിച്ച പരാതികളുടെ മാത്രം അടിസ്ഥാനത്തിൽ 450-500 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രാഥമിക കണക്ക്. ക്രൈംബ്രാഞ്ചിന് പകരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസുകൾ അന്വേഷിപ്പിക്കാമെന്നാണ് DGP S. ദർവേഷ് സാഹിബിന്റെ നിലപാട്. ചില ജില്ലകളിൽ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചതും ഒത്തുതീർപ്പിന് ശ്രമിച്ചതും ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഒത്തുതീർപ്പ് കർശനമായി വിലക്കി. അനന്തുവിനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതിനാൽ വിശദ ചോദ്യം ചെയ്യലിന് ശേഷമേ അന്വേഷണത്തിന്റെ അന്തിമ തീരുമാനമുണ്ടാകൂ. സംസ്ഥാനമൊട്ടാകെ സീഡ് സൊസൈറ്റി അംഗങ്ങളിൽ നിന്നായി 40,000 വാഹനങ്ങൾ നൽകുന്നതിനായി പകുതി വിലയായ 60,000 രൂപ വീതം അനന്തു കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ഇതുമാത്രം 240 കോടിയോളം രൂപ വരും. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, രാസവളം എന്നിവ കൂടാതെ ആണിത്. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭിച്ചിട്ടില്ലെന്നും അനന്തു സമ്മതിച്ചു. എവിടെ നിന്ന് എത്രത്തോളം പണം വാങ്ങിയെന്നും ഇത് എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. അനന്തുവിന്റെ 4 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. ഇതിൽ 8 കോടി രൂപ ബാക്കിയുണ്ട്. വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. ഫ്ളാറ്റും മുദ്രവെച്ചു. കേസിൽ കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൽസന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. സർക്കാരിന്റെ വിശദീകരണം തേടിയ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അറസ്റ്റ് വിലക്കി. 7ാം പ്രതിയാക്കി കണ്ണൂർ ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തത്. തുടർന്നാണ് ലാലി വിൽസന്റ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. അതേസമയം അനന്തു കൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന അനന്തു കൃഷ്ണനെ കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്തു. വരും ദിവസങ്ങളിൽ അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കുടയത്തൂർ കൊളപ്രയിലെ വീട്, സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഓഫീസുകൾ, അനന്തുവിന്റെ തന്നെ നേതൃത്വത്തിലുള്ള ഇടനില സ്ഥാപനമായ 64 സീഡ് സൊസൈറ്റികൾ, എറണാകുളത്തും മറ്റുമുള്ള ഓഫീസുകൾ, ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസാണ് കേസ് അന്വേഷിക്കുന്നത്. അനന്തുവിന്റെ അഭിഭാഷക ലാലി വിൽസന്റിനെതിരെ കണ്ണൂർ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവരുമായുള്ള ഇടപാടുകളും പരിശോധിക്കും. കേരളത്തിൽ പലയിടത്തും കേസ് രജിസ്റ്റർ ചെയ്തതോടെ അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. സത്യം പുറത്തുവരുമെന്നും പോലീസ് എല്ലാ അന്വേഷണവും നടത്തട്ടെയെന്നും അനന്തു കൃഷ്ണൻ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു. കേസിൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് അതിക്രമം. ചെന്നൈ. കേസന്വേഷണത്തിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നത് അതിക്രമമാണെന്ന് മദ്രാസ് ഹൈക്കോടതി. അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ കേസിൽ FIR ചോർന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിനിടെ പോലീസ് മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുത്തതിനെതിരെ ചെന്നൈ പ്രസ് ക്ലബ്ബും ഏതാനും പത്രപ്രവർത്തകരും സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. 1978 പ്രസ് കൗൺസിൽ നിയമത്തിന്റെ ലംഘനമാണിത്. മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ ഉറവിടം അയാളുടെ സ്വകാര്യ അവകാശത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. ഉറവിടം വെളിപ്പെടുത്താൻ പത്രത്തെയോ വാർത്താ ഏജൻസിയെയോ പത്രാധിപരെയോ പത്രപ്രവർത്തകരെയോ നിർബന്ധിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി.
ജൂൺ 1 മുതൽ സിനിമാ സമരം. വിനോദ നികുതി പിൻവലിക്കണമെന്നും താരങ്ങളുടെ വൻ പ്രതിഫലം കുറയ്ക്കണമെന്നും ആവശ്യം. മലയാള സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ സിനിമാ സമരം. ഷൂട്ടിംഗും സിനിമാ പ്രദർശനവും ഉൾപ്പെടെ സിനിമയുടെ എല്ലാ മേഖലകളും നിർത്തിവെക്കാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. GSTക്കൊപ്പമുള്ള വിനോദ നികുതി സംസ്ഥാന സർക്കാർ പിൻവലിക്കുക, താരങ്ങളുടെ വൻ പ്രതിഫലം കുറയ്ക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ജനുവരിയിൽ മലയാള സിനിമയുടെ തിയേറ്റർ നഷ്ടം 101 കോടി രൂപയാണെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. ജനുവരിയിൽ റിലീസായ 28 ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് രേഖാചിത്രം മാത്രമാണ്. നിർമ്മാണ ചെലവിന്റെ 60% താരങ്ങൾക്ക് പ്രതിഫലം നൽകാനാണ്. സർക്കാരിനു മുന്നിൽ പ്രശ്നങ്ങൾ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടും പരിഹാരമുണ്ടായില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക, തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്, വിതരണക്കാരുടെ സംഘടന എന്നിവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഫിലിം ചേംബറുമായി ഇക്കാര്യം നേരത്തെ ചർച്ച ചെയ്ത് പിന്തുണ ഉറപ്പാക്കിയിരുന്നു. നിർമ്മാതാക്കളെ അവഗണിച്ച് സിനിമ നിർമ്മിക്കുന്ന താരങ്ങളുടെ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ലെന്നും സിനിമാ സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി. ഭീമമായ പ്രതിഫലമാണ് താരങ്ങളും ചില സാങ്കേതിക പ്രവർത്തകരും കൈപ്പറ്റുന്നത്. 30 കോടി മുടക്കി നിർമ്മിച്ച ടൊവിനോ ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയ ഷെയർ 3.5 കോടിയാണെന്നും 17 കോടി മുടക്കിയ മമ്മൂട്ടി ചിത്രം നേടിയത് 4.5 കോടിയാണെന്നും ഉൾപ്പെടെ ജനുവരി തിയേറ്റർ കളക്ഷൻ ലിസ്റ്റും നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. ആവശ്യമെങ്കിൽ താരങ്ങളുടെ പ്രതിഫല കണക്കും പുറത്തുവിടും. കെ രാധാകൃഷ്ണൻ MP-യുടെ അമ്മ ചിന്ന അന്തരിച്ച വാർത്ത മലയാള മനോരമയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മടങ്ങി, രാധേട്ടനെ സൃഷ്ടിച്ച ചിന്നമ്മ. ചേലക്കര. പതിറ്റാണ്ടുകളായി രാധേട്ടൻ ചേലക്കരക്കാരുടെ സ്വന്തമാണെങ്കിൽ അതിന് കാരണമായി സ്വന്തമെന്ന സ്വാർത്ഥത വെടിഞ്ഞ് മകനെ നാടിനു വിട്ടു നൽകിയ അമ്മ തോന്നൂർക്കര വടക്കേ വളപ്പിൽ ചിന്ന 84 വയസ്സ് അന്തരിച്ചു. എന്നെ ഞാനാക്കിയ നിസ്വാർത്ഥമതിയായ അമ്മ വിട പറഞ്ഞു എന്ന് അമ്മയുടെ വിയോഗത്തെപ്പറ്റി കെ രാധാകൃഷ്ണൻ MP സമൂഹമാധ്യമത്തിൽ എഴുതിയപ്പോൾ തനിച്ചായെന്നു കരുതേണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് നാട് അതിനോട് പ്രതികരിച്ചത്. അവിവാഹിതനായ രാധാകൃഷ്ണന്റെ വിജയങ്ങളിലും വളർച്ചയിലുമെല്ലാം ഒപ്പം നിന്ന നിശബ്ദ സാന്നിധ്യമായിരുന്നു അമ്മ ചിന്ന. ഇന്നലെ പുലർച്ചെ 12:30 മരണം. സംസ്കാരം നടത്തി. നവീൻ ബാബുവിന്റെ മരണം CBIയോ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കണമെന്ന് ഭാര്യ. ക്രൈംബ്രാഞ്ച് അന്വേഷണം എതിർക്കാതെ സർക്കാർ. കൊച്ചി. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് CBI അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്ന ആവശ്യത്തെ സർക്കാർ എതിർത്തില്ല. തുടർന്ന് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റി. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കാനാണ് നിലവിലെ അന്വേഷണം നടത്തുന്നതെന്നാണ് അപ്പീലിലെ വാദം. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നിഷ്പക്ഷമായ അന്വേഷണമാണ് ആവശ്യമെന്നും അറിയിച്ചു. സിംഗിൾ ബെഞ്ച് CBI അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിയതിനെതിരെയാണ് അപ്പീൽ നൽകിയത്. 2024 ഒക്ടോബർ 15-നായിരുന്നു നവീൻ ബാബുവിന്റെ മരണം. മദ്യനിർമ്മാണശാല വീണ്ടും ആരോപണവുമായി VD സതീശൻ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ കമ്പനിയെ സർക്കാർ ക്ഷണിക്കുമ്പോൾ അവർക്ക് കേന്ദ്ര സർക്കാരിന്റെയോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയോ അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മദ്യനയം മാറ്റും മുൻപ് തന്നെ കമ്പനിയെ സർക്കാർ ക്ഷണിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ പ്രതിപക്ഷമുന്നയിച്ച കാതലായ ചോദ്യങ്ങൾക്കൊന്നും എക്സൈസ് മന്ത്രിക്ക് മറുപടിയില്ല. മന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു. 2023 നവംബർ 30-ന് ഒയാസിസ് കമ്പനി സർക്കാരിന് അപേക്ഷ നൽകിയെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്നുമാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ 2023 ജൂൺ 16-ന് ഇതേ കമ്പനി ജല അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നത് സർക്കാരിന്റെ ക്ഷണമുണ്ടെന്നാണ്. 2022-ൽ തന്നെ കമ്പനി എലപ്പുള്ളിയിൽ സ്ഥലം വാങ്ങി
തുടർന്നാണ് സർക്കാർ ഈ കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റിയത്. ഇതിനു മുൻപ് തന്നെ കമ്പനിയെ സർക്കാർ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരും IOCയും അംഗീകരിച്ച കമ്പനിയായതുകൊണ്ടാണ് ഒയാസിസ് മദ്യശാല നിർമ്മിക്കാൻ അനുമതി നൽകിയതെന്നും മന്ത്രി പറഞ്ഞതും പച്ചക്കള്ളമാണ്. IOCയുടെ ടെൻഡറിൽ പങ്കെടുക്കാനാണ് സർക്കാർ തങ്ങളെ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് ഒയാസിസ് ജല അതോറിറ്റിയുടെ കത്ത് വാങ്ങിയത്. അപേക്ഷ നൽകിയ അന്നു തന്നെ ജല അതോറിറ്റി മറുപടി നൽകി. ഈ കത്തുപയോഗിച്ചാണ് IOCയുടെ അംഗീകാരം കമ്പനി വാങ്ങിയത്. സംവരണം വിഷയമാക്കുന്നത് രാജ്യത്തെ ഭിന്നിക്കാൻ മോദി. കോൺഗ്രസ് ഭരണഘടനാ സഭയുടെ താൽപര്യത്തിന് എതിരായി പ്രവർത്തിച്ച പാർട്ടിയെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തുന്നു. മുറുകുന്നു AI മത്സരം. വാർത്ത മാതൃഭൂമിയുടെ വാണിജ്യം പേജിൽ. ജെമിനി 2.0 എല്ലാവർക്കും ലഭ്യമാക്കി ഗൂഗിൾ. ചെലവ് കുറഞ്ഞ API ലഭ്യമാക്കാൻ ഓപ്പൺ AI. നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിൽ ചൈനയുടെ ഡീപ്സീക്കിന്റെ കടന്നുവരവ് ഈ രംഗത്ത് മത്സരം ശക്തമാക്കുന്നു. ഡീപ്സീക്കിന്റെ ചിലവ് കുറഞ്ഞ പ്രവർത്തന രീതിയോട് മത്സരിക്കാൻ ഗൂഗിളിന്റെ ജെമിനിയും ഓപ്പൺ AIയുടെ ChatGPTയുമെല്ലാം ശ്രമം തുടങ്ങി. കൂടുതൽ സേവനങ്ങൾ സൗജന്യമായി വേഗത്തിൽ ഉപഭോക്താക്കളിലേക്കെത്തിക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. തത്സമയ വെബ് സെർച്ച് സേവനം എല്ലാവർക്കും ലഭ്യമാക്കി ChatGPTയും വേഗം കൂട്ടിയ പുതിയ AI പതിപ്പായ ജെമിനി 2.0 എല്ലാവരിലേക്കും എത്തിച്ച് ഗൂഗിളും ഈ രംഗത്തെ മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. മെറ്റ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ആൻട്രോപിക് എന്നിവയും പുതിയ പതിപ്പുകൾക്കായി ശ്രമം തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ഡിസംബറിൽ ഡെവലപ്പർമാർക്കും വിശ്വസ്തരായ ടെസ്റ്റർമാർക്കുമാണ് ജെമിനി 2.0 ഫ്ലാഷ് പതിപ്പിൽ ഗൂഗിൾ പ്രവേശനം നൽകിയിരുന്നത്. ഡീപ്സീക്ക് വന്നതിന് തൊട്ടുപിന്നാലെ ഇത് എല്ലാവർക്കും ലഭ്യമാക്കിയിരിക്കുകയാണ് ഗൂഗിൾ. കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശേഷിയുള്ളതാണിതെന്ന് കമ്പനി പറയുന്നു. ഗൂഗിളിന്റെ തന്നെ ചില സേവനങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ജെമിനി 2.0 ഫ്ലാഷ് ലൈറ്റ് പതിപ്പ് വികസിപ്പിക്കാൻ കമ്പനി ശ്രമം തുടങ്ങുകയും ചെയ്തു. അതിനിടെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാകുന്ന പുതിയ ഓപ്പൺ സോഴ്സ് API അഥവാ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് വികസിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഓപ്പൺ AIക്ക് നേതൃത്വം നൽകിയ സാം ഓൾട്ട്മാൻ പറഞ്ഞു. ഇതുവരെ സോഴ്സ് കോഡ് വെളിപ്പെടുത്താത്ത മോഡലുകളാണ് ഓപ്പൺ AI അവതരിപ്പിച്ചിരിക്കുന്നത്. കോഡ് പൊതുയിടത്തിൽ ലഭ്യമാക്കിയുള്ള നിർമ്മിത ബുദ്ധി മോഡലുകളെയാണ് ഓപ്പൺ AI മോഡലുകളെന്ന് വിളിക്കുന്നത്. ഇത് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർക്ക് നിയന്ത്രണങ്ങൾ കൂടാതെ കോഡിൽ മാറ്റങ്ങൾ വരുത്തി അവരുടെ സേവനങ്ങൾക്കനുസരിച്ച് എളുപ്പത്തിൽ പരിഷ്കരിച്ചുപയോഗിക്കാനാകും. ഇതുവരെ APIകൾക്ക് സ്റ്റാർട്ടപ്പുകളിൽ നിന്നും മറ്റും വലിയ തുക ഈടാക്കിയാണ് ഓപ്പൺ AI നൽകിയിരുന്നത്. ഇന്ത്യയിൽ വിവിധ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സാം ഓൾട്ട്മാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്പൺ സോഴ്സ് മോഡലുമായി ചൈന ഡീപ്സീക്ക് പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചതിനു പിന്നാലെയാണ് ഓപ്പൺ AIയുടെ നയം മാറ്റമെന്നത് ശ്രദ്ധേയമാണ്. സ്വർണ്ണവില മുന്നോട്ട്. സംസ്ഥാനത്ത് തുടർച്ചയായി മൂന്നാം ദിവസവും സ്വർണ്ണവില ഉയരത്തിൽ. വ്യാഴാഴ്ച പവന് 200 രൂപ കൂടി വില 63,440 രൂപയായി. ഗ്രാമിന് 25 രൂപ ഉയർന്ന് 7,930 രൂപയിലെത്തി. ബുധനാഴ്ച പവന് രേഖപ്പെടുത്തിയ 63,240 രൂപ എന്ന റെക്കോർഡാണ് ഇവിടെ മറികടന്നത്. 3 ദിവസം കൊണ്ട് 1,800 രൂപയാണ് പവന് ഉയർന്നത്. ഫെബ്രുവരി 3 രേഖപ്പെടുത്തിയ 61,640 രൂപയാണ് ഈ മാസത്തെ കുറഞ്ഞ നിരക്ക്. ജനുവരി 22 സ്വർണ്ണവില 60,000 രൂപ മറികടന്നത്. അന്ന് 60,200 രൂപയിലായിരുന്നു വ്യാപാരം. നിലവിലെ വിലയിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ 68,700 രൂപയോളം നൽകണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണ് സ്വർണ്ണവില ഉയർത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് തനി തങ്കത്തിന് 2,865 ഡോളറിലായിരുന്നു വ്യാഴാഴ്ച വ്യാപാരം. CPMലും ധാരണ, ടോൾ വരും. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുന്നതിൽ CPMലും ധാരണ.
പെട്ടെന്ന് തീരുമാനമെടുത്ത് എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നതിനു പകരം ചർച്ചകളിലൂടെ അനുകൂല അഭിപ്രായം രൂപവൽക്കരിക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ടോളിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയത്. കിഫ്ബി റോഡുകളിൽ ടോൾ വേണ്ടെന്ന് മുൻപ് തീരുമാനമെടുത്തത് തോമസ് ഐസക് ആയിരുന്നു. കിഫ്ബിയെ വരുമാനമുണ്ടാക്കുന്ന സ്ഥാപനമാക്കി മാറ്റുമെന്ന് ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കി. തീരുമാനം എടുത്തിട്ടില്ലെന്ന് പറയുന്നതല്ലാതെ ടോൾ ഉണ്ടാകില്ലെന്ന് ഇതുവരെ ധനമന്ത്രിയോ പാർട്ടി നേതൃത്വമോ പറഞ്ഞിട്ടുമില്ല. ടോൾ ഏർപ്പെടുത്തുന്നതിൽ 3 ലക്ഷ്യങ്ങളാണ് സർക്കാരിന്. ടോൾ ഉൾപ്പെടെയുള്ള വരുമാനമാർഗം സ്വീകരിച്ചാൽ കിഫ്ബിക്ക് വായ്പകളെയും സർക്കാർ സഹായത്തെയും കൂടുതൽ ആശ്രയിക്കാതെ മുന്നോട്ടു പോകാം. കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായാണ് കേന്ദ്രം കണക്കാക്കുന്നത്. അതിനാൽ കിഫ്ബിക്ക് യഥേഷ്ടം വായ്പയെടുക്കാനാവില്ല. സർക്കാർ വായ്പയെടുത്ത് കിഫ്ബിക്ക് നൽകേണ്ടി വരുന്നു. ഇത് ഇരട്ട പ്രഹരമാണ്. കിഫ്ബിക്ക് പണവും നൽകണം. അതിന്റെ പേരിൽ വായ്പ കുറയുകയും ചെയ്യും. രണ്ടാമത്തെ ലക്ഷ്യം കേന്ദ്രം വായ്പ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ നിലവിലുള്ള കേസിലെ അനുകൂല വിധിയാണ്. ദേശീയപാത അതോറിറ്റി സമാന രീതിയിൽ എടുത്ത വായ്പ കേന്ദ്ര സർക്കാരിന്റെ വായ്പയായി കണക്കാക്കുന്നില്ല. ഇത് അതോറിറ്റിക്ക് സ്വന്തമായി വരുമാനമുള്ളതുകൊണ്ടാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. കിഫ്ബി വരുമാനമുണ്ടാക്കുന്ന സ്ഥാപനമായതിനാൽ കേന്ദ്രത്തിന്റെ ഈ വാദം കിഫ്ബിയെയും രക്ഷിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ബാങ്കുകളിൽ നിന്ന് വായ്പ നേടുകയാണ് മറ്റൊരു ലക്ഷ്യം. വരുമാന മാതൃകയിൽ അല്ലാതെ സർക്കാർ സഹായത്തോടെയുള്ള പദ്ധതികൾക്ക് ബാങ്കുകൾ വായ്പ നൽകുന്നതിനെ റിസർവ് ബാങ്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പകൾ കിട്ടാൻ കിഫ്ബിക്ക് തടസ്സമാണ്. 13-ന് കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അന്ന് വരുമാന മാതൃക സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെ തോമസ് ഐസക് പറഞ്ഞതെന്താണ് എന്നുകൂടി വായിക്കാം. നയം മാറ്റി തോമസ് ഐസക്. ടോൾ ആകാം, തുക കുറയ്ക്കണം. കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുന്നതിൽ നിലപാട് മാറ്റി മുൻ ധനമന്ത്രി തോമസ് ഐസക്. കാലം മാറി. ടോൾ വേണ്ടെന്ന് പറഞ്ഞ് ഇനിയും ഇരിക്കാനാവില്ല. ഇത് കേന്ദ്രത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ടോൾ ഒഴിവാക്കണോ, മികച്ച സൗകര്യം വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. മുൻപ് ടോൾ വേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും കിഫ്ബിയെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന മാതൃകയിലേക്ക് മാറണം. ടോൾ ഏർപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് അതിഭാരമുണ്ടാക്കരുത്. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കാലത്തേക്ക് ഏർപ്പെടുത്തണം. 50-60 വർഷം കൊണ്ട് പണം തിരിച്ചുപിടിച്ചാൽ മതി. ദേശീയപാതയിലുള്ളതിന്റെ 4/1 ടോൾ മാത്രമേ കിഫ്ബി പിരിക്കേണ്ടി വരൂ. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെയും തദ്ദേശവാസികളെയും ഒഴിവാക്കണം. പകൽക്കൊള്ള എന്നൊക്കെ വിശേഷിപ്പിച്ച് പ്രതിപക്ഷം ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് LDFന് മൂന്നാമതും തുടർഭരണം കിട്ടുമെന്ന പേടി കൊണ്ടാണ്, ഐസക് പറഞ്ഞു. ടോളിനോടുള്ള എതിർപ്പ് അവസാനിപ്പിച്ചോ എന്ന ചോദ്യത്തിന് കേരളം ഇന്ത്യക്ക് പുറത്തല്ലെന്നായിരുന്നു ഐസക്കിന്റെ മറുപടി. എലപ്പുള്ളിയെ ലഹരിയുടെ മണ്ണാക്കാൻ അനുവദിക്കില്ല, മേധ പട്കർ. എലപ്പുള്ളിയിലെ മണ്ണൂക്കാടിനെ ലഹരിയുടെ മണ്ണാക്കാൻ അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ. ബ്രൂവറി വിരുദ്ധ സമരസമിതി മണ്ണൂക്കാട്ട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പാലക്കാട്ടുകാർക്ക് കുടിനീരിറക്കാൻ നൽകാത്ത കർഷകർക്ക് കൃഷി ചെയ്യാൻ തികയാത്ത വെള്ളം ജല അതോറിറ്റി ബ്രൂവറി കമ്പനിക്ക് നൽകുമെന്ന് പറയുന്നതിനേക്കാൾ വലിയ നുണ വേറെ എന്താണ്? എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിക്കാൻ 12 ലക്ഷം ചെലവിട്ടെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യം തന്നെ സർക്കാർ വാദങ്ങളെ പൊളിക്കുന്നതാണ്. എലപ്പുള്ളിയിലെ കർഷകർ സ്വകാര്യ കമ്പനിക്ക് തങ്ങളുടെ കൃഷിയിടം വിറ്റെന്നറിയുമ്പോൾ തന്നെ കർഷകരുടെ ദുരിതം വ്യക്തമാണ്. എലപ്പുള്ളിയിൽ എഥനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്ന കമ്പനിക്കെതിരെ പഞ്ചാബിൽ സമരം ചെയ്യുന്നവരിൽ അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനയായ കിസാൻ സഭയുമുണ്ട്. പുതുശ്ശേരി ശ്രീനിവാസൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KSRTCക്ക് 103 കോടി രൂപ കൂടി. KSRTCക്ക് സർക്കാർ സഹായമായി 103.10 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിനായി 73.10 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കായുള്ള സഹായത്തിനായി 30 കോടി രൂപയുമാണ് അനുവദിച്ചത്. KSRTCക്ക് ബജറ്റിൽ 900 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെങ്കിലും ഇതിനകം 1479.42 കോടി രൂപ നൽകിക്കഴിഞ്ഞു. ബജറ്റ് വകയിരുത്തലിനേക്കാൾ
579.42 കോടി രൂപയാണ് അധികമായി അനുവദിച്ചത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.